ഉറപ്പായും നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. സ്റ്റിഫായി വരുന്ന ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങളിൽ പലരും ഇതിനു മുമ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകും. ഞാൻ കാണിക്കുന്നത് പോലെ ഇവയെ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള സ്ക്വയർ പീസസ് ആയി വെട്ടിയെടുക്കാം. ഈ ഒരു മെറ്റീരിയലിനെ നമുക്ക് പെറ്റൽസിന്റെ ആകൃതിയിൽ വെട്ടിയെടുക്കേണ്ടതില്ല. പകരം ഇതിന്റെ സൈഡ്സും കോർണേഴ്സും ഇതുപോലെ ചുരുട്ടി പെറ്റൽസിന്റെ ആകൃതിയിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഒരു സ്റ്റെം എടുത്ത് അതിന്റെ അറ്റം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത ശേഷം ഓരോ പെറ്റൽസും സൈഡ്സ് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ച് നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം. ഇനി ഫ്ലവറിന്റെ അടിഭാഗത്തു കൂടി സ്റ്റെമ്മിലേക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം. ഞാൻ ഉപയോഗിച്ച സ്റ്റെം ഓൾറെഡി ഗ്രീൻ ആയതുകൊണ്ട് ഞാൻ ഇത്രയും ഭാഗത്ത് മാത്രമേ ഗ്രീൻ ടാപ്പ് ചുറ്റുന്നുള്ളൂ. ഇനി ലീഫ് ഉണ്ടാക്കാനായി ഇതുപോലെ കട്ടിയുള്ള ഒരു ഡ്രോയിങ് ഷീറ്റ് എടുത്ത് ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇനി ഈ ലീവ്സിന്റെ അടിഭാഗത്തു കൂടി കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ ലീവ്സ് നല്ല ഷേപ്പിൽ നിന്നോളും. ഇനി ഈ ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് ലീവ്സ് കൂടി സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ്സിന് ഗ്രീൻ കളർ പെയിന്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള വെറൈറ്റി ഐഡിയാസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മെറ്റീരിയലിന്റെ പേര് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. അത്രേ ഉള്ളൂ. ബൈ.